നേരെ പരപരാ കൊളുത്തു. സമയം 10 മണിയായി. എന്നും ഈ സമയത്ത് ഇറങ്ങുന്ന ഞാൻ ഇന്ന് എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ അത് വഴിയേ പറയാം. വാഴത്തോപ്പിൻ്റെ സൈഡിലൊരു വാഴ അല്ലേ ഗൈസ്? ഒക്കെ പ്രാന്താണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ രാവിലെ എങ്ങോട്ടാണ് പോണേന്ന് വൈഷ്ണ പറയല്ലേ ഗൈസ്, കാണിച്ചു തരും. ശ്രദ്ധിച്ച് നോക്കണേ. ഇതെന്തോന്ന്? ഇതെന്താളിയാ? ഡാൻസ് ആണോ? കൊതുവിനടിക്കാൻ പോണാ ഗൈസ്? അവള് തിരിഞ്ഞു പോയി ഗൈസ്. നമ്മൾ തിരുവാതിര പഠിക്കാൻ പോവുകയാണ്. ഇനി കൂടുതൽ അവളെ കൊണ്ട് കളിപ്പിച്ച നാട്ടുകാർ എനിക്ക് കൂടെ പ്രാന്താണെന്ന് പറയും. കലാകാരികളെ അംഗീകരിക്കാത്ത ലോകം, കഴിവില്ലാത്തവരെ ലോകം അംഗീകരിക്കൂലേ. അപ്പോൾ ഗൈസ്, പറഞ്ഞു വന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവാതിരയ്ക്ക് പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാടും ഗ്രാമവും എല്ലാം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഗൈസ്, നമ്മൾ നടന്ന് തിരുവാതിരയ്ക്ക് പോവാണ്. തിരുവാതിര 10 മണിക്കാണെങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ 11 മണി കഴിയും. കാരണം ഇമ്മാതിരി നടപ്പല്ലേ നടക്കുന്നത്. അങ്ങനെ പതിവ് പോലെ നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം തീരാറായി. ഞാനീ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെയാണെന്ന്. അല്ല ഗൈസ്, നമ്മൾ മാത്രമാണ് ഇങ്ങനെ. എല്ലാവരും നേരത്തെ വരും. ഗൈസ്, ഇതാണ് നമ്മുടെ പിള്ളേര്. എല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ മെയിൻ പാർട്ട് ഓഫ് അവർ നാച്ചുറൽ ബ്യൂട്ടി ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി ആ വഴി കൂടെയാണ് പോകുന്നത്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരാളും മരവും ഒക്കെ ഉള്ള ഒരു സ്പോട്ടല്ല. കുഞ്ഞിലെ നമുക്ക് എപ്പോഴും ഈ വഴി കൂടെ വരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുമായിരുന്നു. അത്രയും പ്രിയപ്പെട്ട ഒരു വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വഴിയുടെ പകുതി ഭാഗമൊക്കെ വീടൊക്കെ ആയി, കുറച്ച് ഇതൊക്കെ ആയി. പണ്ടാണെങ്കിൽ ഈ വഴി ഇങ്ങനെ നമ്മൾ നൂത്ത് പോകുമ്പോഴത്തേക്ക് ചെന്ന് കയറുന്നത് വെള്ളാണി കോവിലിൻ്റെ ആ ഒരു വഴിയുടെ അവിടെയാണ്. അത്രയും ഭാഗവും തോടും ഉണ്ട്. ഇതിനിടയിൽ പോകുന്ന വഴിക്ക് ഒരു കാവൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ആരും കാണൂല. നമ്മളിങ്ങനെ സംസാരിച്ച് വല്ല ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയൊക്കെ പോകാൻ പറ്റിയ കിടിലം വഴിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇനി തോട്ടിൽ ഇറങ്ങി കയറി വേണം പോകാനായിട്ട്. നല്ല രസമായിരുന്നു. ഈ ചൂടത്ത് നമ്മൾ നടന്ന് വന്നിട്ട് നേരെ വെള്ളത്തിൽ കാലൊക്കെ വെച്ചപ്പോൾ നല്ലൊരു കിടിലമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ കയറി. ഇനി ഒരു കാടും കൂടെ കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം എത്തും. ആ കാടും കുറച്ച് ആരും ഇല്ലാത്തൊരിതാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.